ഹായ് മക്കളെ, ഇതാ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പരീക്ഷ വരാൻ പോവാണ് അല്ലേ. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് 3 പേപ്പറാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. അപ്പോൾ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയ്ക്ക് എഴുതിയത് കൊണ്ട് പരീക്ഷ ഏത് രീതിയിലാണ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഫിസിക്സും കെമിസ്ട്രിയും മൊത്തത്തിൽ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓരോ എക്സാമും എഴുതാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ് ടൈം ഉണ്ട്. ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് പേപ്പർ കൊടുത്താണ് വരുന്നത്. എന്നിട്ട് അടുത്ത സബ്ജക്റ്റ് എഴുതുക. ഈ പാറ്റേൺ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ബയോളജിയിലേക്ക് വരുമ്പോൾ ആനുവൽ എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ 6 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 6 ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും, അത് ഉറപ്പാണ്. ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സമഗ്ര വെച്ചത് വഴി മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് വരുന്നതും ഏതൊക്കെയാണെന്ന് അറിയാമോ? അവസാനത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, സെൽസ് ദാറ്റ് ഫോം ഡോട്ടർ സെൽ. നമ്മൾ അതിൽ റീപ്രൊഡക്ഷൻ ഒക്കെയാണ് പഠിക്കുന്നത്. പ്ലാന്റിന്റെ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഒരു 5 മാർക്ക് 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി ആണ് അല്ലേ. ജൈവ വൈവിധ്യത്തിന്റെ സൗന്ദര്യം. നമ്മൾ അവിടെ ഫുഡ് ചെയിൻ, ഫുഡ് വേവ്, അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇതിലും നിങ്ങൾക്ക് ഒരു 5-6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ ഒരു എന്തായാലും 3 മാർക്കിന്റെ ഒരു ചോദ്യം, 2 മാർക്കിന്റെ ചോദ്യം ഇവിടുന്ന് വരുന്നതാണ്. ഇനി നമ്മൾ 6ാമത്തെ ചാപ്റ്റർ പറഞ്ഞു, 5ാമത്തെ ചാപ്റ്റർ പറഞ്ഞു. ഇനി 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രീസ് ഓഫ് ലൈഫ് ആണ്. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ്, ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ നിന്നും 3 മുതൽ 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നന്നായിട്ട് തന്നെ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണിത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ്. സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് ആദ്യം നമ്മൾ പഠിക്കുന്ന അഗ്രികൾച്ചർ പ്രാക്ടീസസ് പഠിക്കുന്ന ചാപ്റ്റർ. ഈ 3 ചാപ്റ്ററിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ട് സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളും കോശജാലങ്ങളുമാണ്. അപ്പോൾ ഇതിൽ നിന്നും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. സെല്ലിൽ നിന്ന്, ടിഷ്യൂസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. പിന്നെ ലാസ്റ്റ് 2 ഭാഗത്ത് നിന്നും എന്തായാലും 1 മാർക്കിനും 2 മാർക്കിനും ചോദ്യങ്ങൾ വരുന്നതാണ്. ഇനി വന്നാൽ തന്നെ എന്തായാലും ഒരു 2 മുതൽ 4 മാർക്കിനും ചോദ്യങ്ങളെ വരുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവസാനത്തെ 4 ചാപ്റ്റേഴ്സ് ആണ്. ആദ്യത്തെ 2 ചാപ്റ്റർ നിങ്ങളൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നോക്കി പോവുക. അതിൻ്റെ ഒരു കോണ്ടന്റ് വീഡിയോ മിസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കുക. ആൻഡ് 7, 8, 10 ചോദ്യങ്ങൾക്ക് നമുക്ക് ഓരോ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതുപോലെ ഏറ്റവും നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എഴുതാം. നന്നായിട്ട് ചോദ്യം വായിച്ച് നോക്കിയിട്ട് വേണം എഴുതാൻ. സമയവും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് 3 പേപ്പർ എഴുതാനുള്ള കാര്യമാണ്. അപ്പം മറന്നു പോകരുത്. ആൾ ദി ബെസ്റ്റ്.